അങ്ങനെ കുറേശ്ശെ കണ്ടെയ്നറുകൾ ഓടി തുടങ്ങി വിഴിഞ്ഞത്തുനിന്ന്. ട്രാൻസിറ്റ് പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ലോകത്തുള്ള പല രാജ്യങ്ങളിലെയും കണ്ടെയ്നറുകൾ, വലിയ കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് വരും. അത് കടലിൽ വെച്ച് തന്നെ മറ്റ് ചെറിയ ബോട്ടുകളിലേക്കും കപ്പലിലേക്കും ചെറിയ ഷിപ്പുകളിലേക്ക് പോകും, മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകും. ഇന്ത്യ, ശ്രീലങ്ക, മറ്റ് രാജ്യങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. എന്തായാലും കണ്ടെയ്നർ യാത്ര നടക്കുന്നു. കേരളത്തിന് എന്തെങ്കിലും ഗുണം കിട്ടുമോ എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണം. കേരളത്തിന് ഗുണം കിട്ടണമെങ്കിൽ കേരളത്തിലേക്ക് ഈ കണ്ടെയ്നറുകളിൽ സാധനം വരണം. കേരളത്തിൽ നിന്ന് കണ്ടെയ്നറുകൾ വഴി സാധനം പോകണം. സാധനം പോകണമെങ്കിൽ കേരളത്തിൽ ഉൽപ്പാദനം നടക്കണം. നമ്മുടെ ഏലവും കുരുമുളകും ഇഞ്ചിയും കറുവപ്പട്ടയും തേയിലയും കോഫിയും ഒക്കെ നമുക്ക് മലനാട്ടിൽ നിന്ന് നന്നായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഇടനാടും തീരപ്രദേശമൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായി നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിഴിഞ്ഞം പോർട്ട് വന്നതിന് ശേഷം നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി, പൂവാർ പഞ്ചായത്ത്, വിഴിഞ്ഞം ഇപ്പോൾ സിറ്റിയോടൊപ്പമാണ്, കോർപ്പറേഷനിലാണ് വിഴിഞ്ഞം, അതുപോലെ തന്നെ കല്ലിയൂർ, കോട്ടുകാൽ, പിന്നെ വെങ്ങാനൂർ, പള്ളിച്ചൽ, ഇങ്ങനെ ഒരു 6-7 പഞ്ചായത്തുകൾ. അതായത് വിഴിഞ്ഞം പദ്ധതിക്ക് ഒരു 100 കിലോമീറ്റർ വിസിനിറ്റിയിൽ, അല്ലെങ്കിൽ ഒരു 50 കിലോമീറ്റർ വിസിനിറ്റിയിലുള്ള ഒരു 8-10-15 പഞ്ചായത്തുകൾ. ഈ പഞ്ചായത്തുകളിൽ വളരെ ഗൗരവമായ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടന്നാൽ മനോഹരമായിരിക്കും. ഉദാഹരണം, ബാലരാമപുരം കൈത്തറി. ബാലരാമപുരത്തിനെ കൈത്തറി വില്ലേജായിട്ട് പ്രഖ്യാപിക്കണമെന്നേ, വേറെ ഒന്നും ആലോചിക്കരുത്. ബാലരാമപുരത്തെ മുഴുവൻ സംവിധാനത്തെയും കൈത്തറി വ്യവസായത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഹാൻഡ് വീവ് ആൻഡ് കൈത്തറി. ബാലരാമപുരത്തെ അങ്ങനെ പ്രഖ്യാപിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് വലിയ സഹായം കൊടുത്ത് ബാക്കി ചെറുപ്പക്കാരെല്ലാം പ്രൊഫഷണലായി അവിടെ കൊണ്ടുവന്ന് കൈത്തറി ഉൽപ്പാദന യൂണിറ്റുകൾ ആരംഭിക്കണം. അതുപോലെ പൂവാറ്, വിഴിഞ്ഞം പ്രദേശങ്ങളിൽ മത്സ്യവുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ആരംഭിക്കണം. അതുപോലെ തന്നെ വെങ്ങാനൂർ, കല്ലിയൂരും വെങ്ങാനൂർ പഞ്ചായത്തിലും വ്യാപകമായി വെള്ളായണിയിലൊക്കെ കൃഷിയുണ്ട്, ജൈവ കൃഷിയുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടി ആലോചിക്കണം. ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ നെയ്യാറ്റിൻകരയിൽ പിന്നെ മറ്റു ചില പ്രോസസ്സുകൾ ചെയ്യാൻ പറ്റും, പരമ്പരാഗത കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഹാൻഡിക്രാഫ്റ്റ്സ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇതെല്ലാം ചേർന്ന് പാക്കേജുകൾ ഉണ്ടാക്കി CSR പൈസ മൊബിലൈസ് ചെയ്ത് പബ്ലിക് പ്രൈവറ്റ് പഞ്ചായത്ത് പാർട്ട്ണർഷിപ്പിലൂടെ ജനങ്ങളുടെ പൈസയൊക്കെ അങ്ങോട്ട് മൊബിലൈസ് ചെയ്ത് കോർപ്പറേറ്റ് പൈസകളും കോർപ്പറേറ്റ് മുതലാളിമാരെയൊക്കെ അങ്ങോട്ട് വിളിക്കണം. അങ്ങനെ വലിയ ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കണം. അവിടെ തന്നെ ലോക്കലായിട്ടുള്ള ഒരുപാട് മുതലാളിമാരുണ്ട്, റിസോർട്ട് ഉടമകളുണ്ട്, റിസോർട്ട് നഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്കെല്ലാം പുതിയ അവന്യൂസ് കൊടുക്കണം. അങ്ങനെ അവർക്കെല്ലാം റിസോർട്ട് നഷ്ടപ്പെട്ടവരുണ്ട്, ഇനി നഷ്ടപ്പെടാൻ നിൽക്കുന്നവരുണ്ട്. അതെല്ലാം പുതിയ അവന്യൂസ് കൊടുക്കണം. പുതിയ അവന്യൂസ് കൊടുത്ത് വളരെ കൃത്യമായി അത് നമുക്ക് പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെ? കാരണം എന്തായാലും പോർട്ട് വന്നു, പോർട്ടിന് പൊളിക്കാനൊന്നും പോകുന്നില്ല. 1-ാം ഘട്ടം, 2-ാം ഘട്ടം, 3-ാം ഘട്ടം എന്നൊക്കെ പറഞ്ഞ് പോർട്ട് പല ഘട്ടങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ തന്നെ ആളുകൾക്ക് ഒരുപാട് സംവിധാനം. ഇപ്പോൾ യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പദ്ധതി വന്നതുകൊണ്ട് ഗവൺമെൻറ്റിന് കിട്ടുന്ന ഗുണമെന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്കോടെ 500-600 പേർക്ക് മറ്റേ ജോലി കിട്ടിയിട്ടുണ്ട്. അത് പല ടെക്നിക്കലൊക്കെ ആളുകളാണ്, അതല്ലെങ്കിൽ അവർക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ ജോലി കിട്ടുന്നവരാണ്, സാധാരണ ജോലിക്കാരല്ല. അത് കഴിഞ്ഞാൽ പിന്നെ GST കിട്ടും എന്നുള്ളതാണ്. അത് എത്ര കോടി രൂപ കിട്ടാൻ പോകുന്നു? 30 വർഷം കഴിഞ്ഞോ, 15 വർഷം മുതൽ 30 വർഷമോ പല കണക്കാണ് പറയുന്നത്. കഴിഞ്ഞിട്ടൊക്കെയാണ് ലാഭത്തിൻ്റെ വിഹിതം പറയുന്നത്. അതൊക്കെ നടക്കുന്ന കേസല്ല. അപ്പോൾ ലാഭമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതും ഇവിടെ ആര് ഭരിക്കുന്നു എന്നുള്ളതൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ അതൊന്നും നടപ്പുള്ള കേസല്ല. അപ്പോൾ അതുകൊണ്ട് വിഴിഞ്ഞം പോർട്ടിനെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് ഈ കണ്ടെയ്നറുകൾ പോണത് നോക്കി അങ്ങോട്ട് വിമാനം മുകളിൽ കൂടെ പോകുമ്പോൾ താഴെ ഇരുന്നിട്ട് കണ്ടാട വിമാനം പോണ നോക്കിയിട്ട് പറഞ്ഞിട്ട് വായിൽ വെള്ളം ഇറക്കുന്ന ആളുകളുണ്ട്. കണ്ടാട നമ്മുടെ വിമാനം ഇറക്കി, ഇവിടെ കുടിക്കാൻ വെള്ളമില്ല, അപ്പോഴാണ് വിമാനം പോണ കണ്ടാട എന്ന് പറയുന്നത്. അതല്ല നമുക്ക് വേണ്ടത്. വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായി 100 കണക്കിന്, 1000 കണക്കിന്, 10,000 ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ പറ്റുമോ? അതിനുള്ള വിഷൻ നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളതാണ്. അത് ലോജിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് പിന്നെ ഷിപ്പ് ലോജിസ്റ്റിക്കുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതായാലും മറ്റനുബന്ധ മൂല്യവർദ്ധിത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന, ഇപ്പോൾ മത്സ്യത്തിൽ നിന്ന്, തെങ്ങിൽ നിന്ന്, തേങ്ങയിൽ നിന്ന്, ചക്കയിൽ നിന്നൊക്കെ എന്തോരം പ്രോഡക്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ യൂണിറ്റുകൾ ആരംഭിക്കണം. വ്യവസായ അടിസ്ഥാനത്തിൽ അല്ല, വെറുതെ ചുമ്മാ പാവപ്പെട്ട സ്ത്രീകൾക്ക് കുടുംബശ്രീ എന്നൊക്കെ പറഞ്ഞ് കൊടുത്താൽ അതൊക്കെ തകർന്നു പോകും. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത് ഉൽപ്പാദിപ്പിക്കാനും അത് പ്രോസസ്സ് ചെയ്യാനുള്ള യൂണിറ്റുകളൊക്കെ കൃത്യമായി ആരംഭിച്ചാൽ ജനങ്ങൾക്ക് വലിയ സഹായം കിട്ടും. മറ്റൊരു കാര്യത്തിനും വേണ്ടി പൈസ കളയേണ്ട കാര്യമേ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ നമുക്ക് കോടിക്കണക്കിന് രൂപ നമ്മൾ പെൻഷൻ പോലുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതെല്ലാം എടുത്ത് ഇത്തരം പ്രൊഡക്റ്റീവ് മേഖലകളിൽ മുതലാക്കുന്നത് എങ്ങനെ എന്നുകൂടി ഗവൺമെൻറ് ചിന്തിക്കണം. ആ രീതിയിൽ ഞാൻ പെൻഷൻ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ വരരുത്. അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല. ആളുകൾക്ക് പെൻഷൻ കൊടുക്കണം, പക്ഷേ പെൻഷനും കൊടുക്കുന്നതിനേക്കാൾ ആളുകളെ എൻഗേജ് ചെയ്യിക്കുക എന്നുള്ളതാണ്. വയസ്സായവരെ, എല്ലാവരെയും, അശരണരായവർക്ക്, ബുദ്ധിമുട്ടുള്ളവർക്ക് പെൻഷനൊക്കെ കൊടുക്കണം. അല്ലാതെ ആരോഗ്യമുള്ളവരെ എൻഗേജ് ചെയ്യിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻഗേജ് ചെയ്യുമ്പോൾ അവർക്ക് പെൻഷനേക്കാൾ കൂടുതൽ പൈസയും കിട്ടും,
നല്ല വരുമാനവും കിട്ടും, സമൂഹത്തിന് പ്രൊട്ടക്ഷനും കിട്ടും. ആ അർത്ഥത്തിലാണ് പറഞ്ഞത്, അല്ല ആളുകൾക്ക് പെൻഷൻ കൊടുക്കണ്ട എന്നുള്ള അർത്ഥത്തിലല്ല. എന്തായാലും വിഴിഞ്ഞത്ത് ഒരുപാട് കണ്ടെയ്നറുകൾ വരുന്നു പോകുന്നു. ഇനിയിപ്പോൾ റോഡ് പണി വേണം, റെയിൽ കണക്ടിവിറ്റി വേണം, എയർപോർട്ടിൻ്റെ കണക്ടിവിറ്റി വേണം, ഇതെല്ലാം വരേണ്ടതുണ്ട്. എല്ലാം വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.